ഹല്ലേലൂയ. വേഗം വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ദി ഹോളി സ്പിരിറ്റ് ചിറ്റയമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന സഹോദരിമാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, അഭിഷക്തന്മാർ എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിശ്ചലമായ സ്നേഹവന്ദനത്തെ നന്ദി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 14-7 വാക്യം. നമ്മിൽ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല, ആരും തനിക്കായി തന്നെ മരിക്കുന്നതുമില്ല. അതിൻ്റെ 8 വാക്യം. ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നു എങ്കിൽ കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നു എങ്കിലും മരിക്കുന്നു എങ്കിലും കർത്താവിനുള്ളവർ തന്നെ. മഹാപരിശുദ്ധനും സ്വർഗപിതാവേ, നന്ദിയോടെ കടന്നു വരുന്നു. കർത്താവെ, വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കും. ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികൾ മാറട്ടെ, പാതാള മണ്ഡലങ്ങൾ തകരട്ടെ. കർത്താവെ, അനേക കുടുംബത്തിന് നിരാശയിലും ഭാരത്തിലും ഇരിക്കുന്ന വ്യക്തികളുണ്ട്. റീബൽ ഹസ്തം രിഗനം ശബ്ദം രിഗല രിഗന ഷൗഡ രിഗന ബിസിനസ് തകർച്ചയിലിരിക്കുന്ന വ്യക്തിമണ്ഡലങ്ങളുണ്ട്. കർത്താവെ, അവരെ തകർന്ന അവസ്ഥകളുണ്ട്. ബിസിനസ് മേഖലകൾ, ജോലി ചെയ്യുന്ന മേഖലകളിൽ അനേക സഹോദരന്മാർക്ക്, അനേകം കർത്താവിൻ്റെ ദാസന്മാർക്ക് ശമ്പളം കിട്ടുവാനുണ്ട്, അനേക ബില്ലുകൾ കിട്ടുവാനുണ്ട്. കർത്താവെ, അവിടുന്ന് ആ വിഷയത്തിൻ്റെ മേൽ അവർക്ക് ഇടപെട്ട കൃപയ്ക്കായി. സാമ്പത്തിക മേഖലകൾ അടഞ്ഞ മേഖലകളുണ്ട്. ഈ കേൾക്കുന്ന ചില സഹോദരന്മാർ, ചില വ്യക്തി ജീവിതങ്ങൾ, എല്ലാ വഴികളും യേശുവിൻ നാമത്തിൽ തുറക്കപ്പെടട്ടെ. ശത്രുവിൻ്റെ പദ്ധതികൾ തകരട്ടെ. കർത്താവെ, അവിടുത്തെ പദ്ധതി ആ വ്യക്തിമണ്ഡലങ്ങളിൽ അത് ഉയരപ്പെടട്ടെ. കർത്താവിൻ്റെ പദ്ധതി അവരുടെ ജീവിതത്തിൽ നിറവേറട്ടെ. കർത്താവെ, അടഞ്ഞ എല്ലാ മേഖലകളിൽ റീബൻ ഷൗഡം ഹസ്തം ദിഗനം ഷൗഡകലം അനേക കുടുംബ മണ്ഡലങ്ങളിൽ അടഞ്ഞ മേഖലകൾ മുന്നോട്ട് മൂവ് ചെയ്യാൻ പറ്റാതെ, ഒരു സ്റ്റെപ്പ് മൂവ് ചെയ്യാൻ പറ്റാതെ ശത്രു അടച്ച എല്ലാ വാതിലുകളും യേശു ക്രിസ്തുവിൻ നാമത്തിൽ അത് തുറക്കട്ടെ. റീഖൽ ബന ശമം ദിനം ഹസ്തിയ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം അടഞ്ഞ എല്ലാ വാതിലുകളും തുറന്ന കൃപയ്ക്കായി. നിരാശയിലിരിക്കുന്ന കുടുംബ മണ്ഡലങ്ങൾ അവിടുന്ന് സമാധാനം പകർന്ന കൃപയ്ക്കായി, ആശ്വാസം പകർന്ന കൃപയ്ക്കായി. മകളെ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ഭ്രമിച്ച് നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. മകളെ, മകനെ, പിതാവേ, നീ ഭയപ്പെടേണ്ടെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഭയത്തിലിരിക്കുന്ന ചില കുടുംബങ്ങളോട്, വ്യക്തി ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ സഹായിച്ച് എൻ്റെ നീതിയുള്ള കരം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഞാൻ നിന്നെ ബലപ്പെടുത്തും. ഞാൻ നിന്നെ ശക്തീകരിക്കും. മഹാപരിശുദ്ധനും സ്വർഗപിതാവേ, അവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കും. അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാർ, അപ്പോസ്തലനായ പൗലോസ് റോമിലുള്ള തൻ്റെ വിശ്വാസികൾക്കെതിരെയാണ്. നമ്മിൽ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ലല്ലോ, ആരും തനിക്കായി തന്നെ മരിക്കുന്നതുമില്ല. എല്ലാ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഓരോ മനുഷ്യനും തനിക്കായല്ല ജീവിക്കുന്നത്. തന്നിഷ്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യനുമുണ്ടാകാം. എന്നാൽ ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിൽ അവർക്കൊരു പ്രതീക്ഷയുണ്ട്. അവരുടെ കുടുംബം നോക്കണം, അവരെ മക്കളെ നോക്കണം, അവരെ അപ്പനെ നോക്കണം, അമ്മയെ നോക്കണം, ഭാര്യയെ നോക്കണം. ഭർത്താവിന് ഭാര്യയെ നോക്കേണ്ട കടമ, മക്കളെ നോക്കേണ്ട ചുമതല, മക്കൾക്ക് അപ്പനെയും അമ്മയും നോക്കേണ്ട ചുമതല, ഈ ഓരോ ദേശത്തിൻ്റെ അധികാരം നോക്കേണ്ട ചുമതല. മനുഷ്യന് അനേക ചുമതലകളുണ്ട്. എന്നാൽ ദൈവവചനം പറയുന്നതല്ല, നമ്മിൽ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല, ആരും തനിക്കായി തന്നെ മരിക്കുന്നതുമില്ല. അപ്പോൾ നമ്മൾ ജീവിക്കുന്നത് നമുക്ക് മാത്രമായിട്ടല്ല. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം മറ്റുള്ളവർക്ക്, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രത്യുപകാരങ്ങൾ
നമ്മൾ ചെയ്യുന്ന ഓരോ സേവനങ്ങൾ അത് മറ്റുള്ളവർക്ക് ആശ്വാസകരമായി മാറും. നമ്മിൽ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല, ആരും തനിക്കായി തന്നെ മരിക്കുന്നതുമില്ല. അപ്പം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കുവാൻ നമ്മളാരും തയ്യാറല്ല. എന്നാൽ മാനവരാശിയുടെ മുഴുവൻ പാവങ്ങളും തൻ്റെ ചുമരിൽ വഹിച്ചുകൊണ്ട് മരിച്ചവനായ ഒരു നല്ല സ്നേഹിതനുണ്ട്. തൻ്റെ ഏകജാതനായ പുത്രനെ അതേ ലോകത്തിന് നൽകിക്കൊണ്ട് ഒരു പിതാവിൻ്റെ സ്നേഹത്തെ നമുക്ക് മറക്കുവാൻ സാധിക്കത്തില്ല. തൻ്റെ ഏകജാതനായ പുത്രനെ, സർവ്വ അധികാരത്തോടും ഇരുന്ന തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് നൽകിക്കൊണ്ട് പിതാവായ ദൈവം ലോകത്തിൻ്റെ മുന്നിൽ സ്നേഹം പ്രകടിപ്പിച്ചു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, ആ തൻ്റെ മകനെ പോലെ, ആ യേശുവിനെ പോലെ നമുക്ക് സ്വന്തം ജീവനെ കൊടുത്ത് ഒരിക്കലും സ്നേഹം പ്രകടിപ്പിക്കുവാൻ സാധിക്കത്തില്ല. റോമർ അതിൻ്റെ 14:8 ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും കർത്താവിനുള്ളവർ തന്നെ. മരിച്ചവർക്ക് ജീവിച്ചിരിക്കുന്നവർക്കും കർത്താവാകേണ്ടതല്ലോ ക്രിസ്തു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തത്. അപ്പം ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും കർത്താവാകേണ്ടതിന് നമ്മുടെ യേശു കർത്താവ് അവിടുന്ന് ക്രൂശിതനായി എൻ്റെയും നിൻ്റെയും പാപങ്ങൾക്ക്, നമ്മൾ ചെയ്ത പാപങ്ങൾ മനുഷ്യൻ്റെ മുന്നിൽ പറയുവാൻ പറ്റാത്ത എല്ലാ പാപങ്ങൾക്കും, എല്ലാ ശാപങ്ങൾക്കും, എല്ലാ രോഗങ്ങൾക്കും, എല്ലാ നിന്ദനകൾക്കും അവിടുന്ന് തൻ്റെ ശരീരത്തെ വിട്ടുകൊടുത്തുകൊണ്ട് അതേ യാഗമായി മാറി. അതേ ആണികളാൽ തറക്കപ്പെട്ടു, കൈകാലുകളാൽ തറക്കപ്പെട്ട വേളയിലും അവിടെ നിന്നെല്ലാം സഹിച്ചത് എൻ്റെയും നിൻ്റെയും പാപങ്ങൾ ക്ഷമിക്കുവാൻ, എൻ്റെയും നമ്മളെ ഓരോരുത്തരുടെയും പാപങ്ങൾ പൊറുക്കുവാൻ, അവിടുന്ന് നമ്മെ നിത്യതയിൽ കൊണ്ടുപോകുവാൻ, മാനവരാശിയുടെ മുഴുവൻ പാപങ്ങളും തൻ്റെ ചുമരിൽ വഹിച്ചുകൊണ്ട് നമ്മക്കാൾ യാഗമായി മാറിയ ഒരു യേശു കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. റോമർ 14:10 എന്നാൽ നീ സഹോദരന്മാരെ വിധിക്കുന്നത് എന്ത്? അല്ല, നീ സഹോദരനെ വിധിക്കുന്നു എങ്കിൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ നിൽക്കേണ്ടി വരും. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, നമ്മൾ സഹോദരന്മാരെ നമ്മൾ വിധിക്കുന്നവരായല്ല. കുറ്റങ്ങൾ കുറവുകളുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ പ്രബോധിപ്പിക്കുവാൻ, നല്ല രീതിയിൽ പറയുവാൻ നമുക്ക് സാധിക്കണം. എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നത് എന്ത്? അല്ല, നീ സഹോദരനെ വിധിക്കുന്നതും എന്ത്? നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ നിൽക്കേണ്ടി വരും. നമ്മൾ സഹോദരനെ സഹോദരിയെ ഇല്ലാത്ത കാര്യങ്ങൾ കുറ്റം വിധിക്കുമ്പോൾ നമ്മളെ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നമ്മൾ മറക്കരുത്. 12 ആകയാൽ നമ്മിൽ ഓരോരുത്തരോടും താൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു നാളുണ്ട്. അപ്പോൾ നമ്മൾ മറ്റ് സഹോദരന്മാരെ നമ്മൾ ശ്രേഷ്ഠരാണെന്ന് കരുതണം. അങ്ങനെ കരുതുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ ദൈവസ്നേഹം മറ്റുള്ളവന് മുന്നിൽ നമുക്ക് പ്രദർശിപ്പിക്കുവാൻ സാധിക്കും. എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നതെന്ത്? അല്ല, നീ സഹോദരനെ വിധിക്കുന്നതും എന്ത്? നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷവും അത്രേ. അപ്പോൾ ദൈവരാജ്യമെന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ പോലല്ല. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷമത്രേ. അപ്പം നമ്മൾ സമാധാനമുണ്ടാക്കുന്നവരായി മാറണം. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായം 9 പറയുന്നത് പോലെ സമാധാനമുണ്ടാക്കുന്നവർ ദൈവത്തിൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. നമ്മൾ ദൈവത്തിൻ്റെ പുത്രനും പുത്രിയുമായി മാറണം. റോമർ അതിൻ്റെ 14:7 നമ്മിൽ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല, ആരും തനിക്കായി തന്നെ മരിക്കുന്നതുമില്ല. ജീവിക്കുന്നു എങ്കിൽ
കർത്താവിനായി ജീവിക്കുന്നു. മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിൽ മരിക്കുന്നുവെങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ. മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും കർത്താവാകേണ്ടതിന് ക്രിസ്തു മരിക്കുകയും ഉയർക്കുകയും ചെയ്തു. അപ്പം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യാഗമായി മാറിയ ക്രിസ്തു, ആ ക്രിസ്തുവിനെ ആ യാഗത്തെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധീകരണം പ്രാപിച്ച് ഈ കേട്ട വചനം ഏറ്റെടുത്ത് നമ്മൾ നിത്യതയിലേക്ക് ഒരുങ്ങുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കട്ടെ. ഈ വചന മുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി നന്ദി പറയുന്നു. കർത്താവെ, കേട്ട വചനത്തിനായി നന്ദി പറയുന്നു. നമ്മിൽ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല, ആരും തനിക്കായി തന്നെ മരിക്കുന്നതുമില്ലെന്നുള്ള അവിടുത്തെ നല്ല വചനത്തിനായി നന്ദി പറയും. കേട്ടത്തിൽ ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് 30, 60, 100 മേനി ഫലം കായ്ക്കട്ടെ. കർത്താവെ, അടഞ്ഞ മേഖലകളെല്ലാം സ്വർഗം തുറന്നതിനായി നന്ദി. കേട്ട വചനങ്ങൾ അവരുടെ ജീവിതത്തിൽ 30, 60, 100 മേനി ഫലം കായ്ക്കട്ടെ. ഓരോ ജനത്തെയും അനുഗ്രഹിക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.